ഹായ് ഹലോ വെൽക്കം ബാക്ക്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് 100 വർഷത്തെ ഉറക്കത്തിനു ശേഷം പൂം എഴുന്നേൽക്കുകയാണ്. ജോളി അവിടുത്തെ കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ വാമ്പയർ ലോകത്തിൽ പ്രണയം നിരോധിച്ചിരിക്കുകയാണെന്നും പൂമിന് ഇപ്പോഴും പ്രണയത്തിൽ വിശ്വാസമുണ്ടോ, നിന്റെ പ്രണയം കാരണമല്ലേ നീ ഒരു വാമ്പയർ ആയത് എന്നെല്ലാം ചോദിക്കുന്നതുമുണ്ട്. വാമ്പയർ ലോകത്തെ അവരുടെ എല്ലാ സ്വാതന്ത്ര്യവും പോയത് കൊണ്ട് തന്നെ അവർ മനുഷ്യലോകത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ബുക്ക് ഓഫ് ലൈഫ് എന്നു പേരുള്ള ഒരു ബുക്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർ ആ ബുക്കിൽ കൈവയ്ക്കുന്ന അതേ സമയം തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന 4 പേർക്ക് അപകടം സംഭവിക്കുന്നത്. അങ്ങനെ ഭൂമിയിലുള്ള ആ 4 പേർ മരിച്ച ഉടനെ തന്നെ അവർ 4 പേരും ആ മനുഷ്യന്മാരുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. ഇനി നമുക്ക് രണ്ടാമത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് കാണാം. അങ്ങനെ മനുഷ്യലോകത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് പൂം കണ്ണു തുറന്നു നോക്കുകയാണ്. അവന്റെ മുമ്പിൽ ഒരാൾ ഇരിക്കുന്നുണ്ടാവും. അവനെ കാണുമ്പോ തന്നെ പൂം ഞെട്ടി എഴുന്നേറ്റിട്ട് നീ ആരാ എന്ന് ചോദിക്കുമ്പോ, നിനക്കെന്താടാ, എന്നെ മനസ്സിലായില്ലേ, നിന്റെ ബോധവും പോയാ, ഞാനാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് മായി. നീ എന്തിനാ സൂയിസൈഡ് ചെയ്യാനായിട്ട് നോക്കിയത്? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റോമിനെ വിശ്വസിക്കരുത്, അവൻ നിന്നെ ചതിക്കാണെന്ന്. അതൊന്നും നീ കേട്ടിയല്ലോ. എന്നിട്ട് അവൻ നിന്നെ ചതിച്ചപ്പോ നീ സൂയിസൈഡ് ചെയ്യാനല്ലേ പോയത്? ശരിക്കും അവൻ സൂയിസൈഡ് ചെയ്തതല്ല, ജോളിയെയും വിളിച്ചുകൊണ്ട് വേറൊരു പബ്ബിലേക്ക് പോകാൻ നിൽക്കുമ്പം കാറ് വന്നിടിച്ചതാണ്. പക്ഷെ മായ്ക്ക് അതറിയില്ല. അവന്റെ വിചാരം പൂം സൂയിസൈഡ് ചെയ്തതാണെന്നാണ്. പൂമിന്റെ മനുഷ്യലോകത്തിലെ പേര് പ്യുവർ എന്നാണ് കേട്ടോ. അങ്ങനെ മനുഷ്യലോകത്തിലെ പൂമിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മായി അവനോട് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. കുറച്ചു കഴിയുമ്പം പൂമിന്റെ അടുത്തേക്ക് മറ്റു 3 പേരും കൂടി വരുന്നുണ്ട്. ജോളിയും റണ്ണും സന്നും ഒരുമിച്ചാണ് വരുന്നത്. ജോളി പറയുന്നുണ്ട്, ദാ പൂം, നമുക്ക് ഒരുമിച്ചാണ് ഇത്ര ആക്സിഡന്റ് പറ്റിയത്. നമുക്ക് 2 പേർക്കും പേപ്പ് കിട്ടിയത് കൊണ്ട് നമ്മൾ 2 പേരും ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണെന്നാണ് എന്റെ അമ്മ പറഞ്ഞത്. ശരിക്കും എന്താ ഉണ്ടായെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ബോഡിയിൽ ജീവിച്ചിരുന്ന പെൺകുട്ടി ഒരു ഓൺലൈൻ സെല്ലർ ആയിരുന്നു. അവള് കുറച്ചൊക്കെ ഫേമസ് ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ കാര്യമൊക്കെ എങ്ങനെയാ? റണ്ണും സെന്നും പറയുന്നുണ്ട്, ഞങ്ങളുടെ കാര്യം പറയാതിരിക്കുകയായിരിക്കും കൂടുതൽ നല്ലത്. ഞങ്ങൾ 2 പേരും ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോകുകയാണ്. അത് കേൾക്കുമ്പം ജോളിയും പൂമും പറയുന്നുണ്ട്, നിങ്ങൾ അല്ലെങ്കിൽ നല്ല മാച്ച് ആണെന്നൊക്കെ. എന്നിട്ട് 2 പേരെയും നന്നായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പൂം പറയുന്നുണ്ട്, ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് മനുഷ്യന്മാരുടെ ലോകത്തിലാണ്. മനുഷ്യന്മാർക്ക് ഒരിക്കലും നമ്മൾ വാമ്പയർ ആണെന്ന് മനസ്സിലാകാൻ പാടില്ല. അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ 15 ദിവസം കഴിയും തോറും ബ്ലഡ് കുടിക്കണം. ഓരോ 15 ദിവസം കൂടും തോറും നമ്മൾ ബ്ലഡ് കുടിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ മരിക്കുകയും ചെയ്യും. അതെല്ലാവരും ഓർത്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. മനുഷ്യലോകത്തിലേക്ക് വന്നതിൽ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും മിക്സിനെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. മിക്സ് അവിടെ ആകെ ഒറ്റപ്പെട്ടു പോയി. അവന് അവന്റെ വീട്ടിലേക്ക് പോകാനും സാധിക്കുന്നില്ല. കാരണം വാമ്പയർ പോലീസുകളെല്ലാം അവർ അന്വേഷിച്ചു നടക്കുകയാണ്. മിക്സിനെ അവരുടെ കയ്യിൽ കിട്ടിയ പിന്നെ എന്താ സംഭവിക്കാന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആരുടെയും കണ്ണിൽ പെടാതെ അവൻ ഒളിച്ചു നടക്കുകയാണ്. അവൻ ആവശ്യമുള്ള ഭക്ഷണം പൂമിന്റെ അച്ഛനും അമ്മയും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൂമിനോട്, നീ പേടിക്കണ്ടെന്നും നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള ഒരു വഴി ഞങ്ങൾ ആലോചിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. കൂടാതെ മിക്സ് മനുഷ്യലോകത്തിലേക്ക് പോകുമ്പോൾ ബാക്കിയുള്ള 4 പേരോട് ഒരിക്കലും വാമ്പയേഴ്സ് പോലീസിന്റെ കയ്യിൽ പെടാതെ നോക്കണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം പൂം ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവന്റെ ഫ്രണ്ടായിട്ടുള്ള മായി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ നിന്റെ വീട് ഇങ്ങനെ നോക്കുന്നേന്ന്? പൂം പറയും, ഏയ് ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് നോക്കുന്നതാ. ഏതെങ്കിലും കള്ളന്മാർ എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ, അതറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ നോക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കുന്നുണ്ട്. മായി പറയാണ്, ഇനി എന്ത് ചെയ്യാൻ നിന്റെ പ്ലാൻ? നിനക്കൊരു നല്ല ജോലി ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ തേച്ചു എന്ന് പറഞ്ഞിട്ട് ആ ജോലി നീ റിസൈൻ ചെയ്തു. ഇനി ഒരു പുതിയ ജോലി നിനക്ക് നോക്കണ്ടേ? അത് കേൾക്കുമ്പം പൂമാകെ ഞെട്ടി പോകുകയാണ്. വാമ്പേഴ്സിന്റെ ലോകത്തിലാണെങ്കിൽ അവർക്ക് ജോലിയുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ അതുപോലെയല്ലല്ലോ മനുഷ്യന്മാരുടെ ലോകത്തിലെ കാര്യം. പൈസ ഇല്ലാതെ എങ്ങനെ ജീവിക്കാനാ? എന്നിട്ട് പൂം തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തൊരു മണ്ടനാണെന്ന്.
അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൂം ഇപ്പൊ താമസിച്ചു കൊണ്ടിരിക്കുന്ന വാടക വീടിന്റെ ഓണർ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, പൂം നീ തിരിച്ചു വന്നോ? നീയല്ലേ പറഞ്ഞത് നിനക്കിനി ഈ വീട് വേണ്ട, നീ സിറ്റിയിലേക്ക് പോകുകയാണ്, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കാണില്ലാന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീട് വേറെ ആളുകൾക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണ്. അവർ അടുത്ത ദിവസം തന്നെ ഇങ്ങോട്ട് വരും. അതുകൊണ്ട് തന്നെ നീ ഉടനെ നിന്റെ സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുമ്പം പൂമിന് ശരിക്കും മട്ടാവുന്നുണ്ട്. അവൻ വിചാരിച്ചത് ജോലി മാത്രമാണ് ഇല്ലാത്തതെന്നാ. പക്ഷെ അവനിപ്പോൾ കിടക്കാൻ ഒരു വീട് പോലുമില്ല. മായ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. വീട് വേണ്ട എന്ന് പറഞ്ഞ കാര്യം മായ്ക്ക് അറിയില്ലായിരുന്നു. മായ എന്നിട്ട് പൂമിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ഇനി കാണിക്കുന്നത് റണ്ണിന്റെയും സെന്നിന്റെയും സീനാണ്. അവർ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ അവർ ഒരുമിച്ചാണ് ഇപ്പോഴും താമസിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ബേക്കറി കൂടിയുണ്ട്. ആ ബേക്കറി ഒരുപാട് ഫേമസ് ആണ്. കൂടാതെ ഒരുപാട് പേർ ദിവസവും അങ്ങോട്ട് വരുന്നുണ്ട്. മനുഷ്യലോകത്തിലെ അവരുടെ പേര് പോൾ ടീ എന്നാണ്. പക്ഷെ ആ പേര് അവർക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അവരുടെ പേരുകൾ ഉറപ്പായിട്ടും അവർക്ക് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. അതുകൊണ്ട് തന്നെ അവരുടെ അമ്മമാരോട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഭാവി പറയുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഈ പേരുകൾ കാരണമാണ് അവർക്ക് നല്ല കാര്യങ്ങളൊന്നും ഉണ്ടാകാത്തത്. അവരുടെ പേര് മാറ്റുകയാണെങ്കിൽ നല്ല സമയാകും എന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ അവരുടെ അമ്മമാർ അത് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അവർ പറയുന്നുണ്ട് അവരുടെ പുതിയ പേരുകൾ റൺ, സെൻ എന്നാണെന്ന്. അമ്മമാരും അതിനോക്കെ പറയുകയാണ്. ഇനി കാണിക്കുന്നത് പാട്രിക്കിന്റെ പബ്ബാണ്. ചിന്ന അങ്ങോട്ട് വന്ന് പറയുന്നുണ്ട്, പാട്രിക്, എനിക്ക് ആ പെൺകുട്ടിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവൾക്കന്ന് ഒരു കാർ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. ആ ആക്സിഡന്റിന് ശേഷം അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ല. അവൾ എനിക്ക് ഒരുപാട് ഇഷ്ടാ, അവളെനിക്ക് കാണണമെന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുമ്പം പാട്രിക് പറയുന്നുണ്ട്, നിനക്ക് ശരിക്കും അവൾ ഇഷ്ടപ്പെട്ടോ? അവൾ നിന്റെ സോൾമേറ്റ് ആണെങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടും. ഇനി എങ്ങാനും അവൾ നിന്റെ സോൾമേറ്റ് അല്ലെങ്കിൽ ആ ആക്സിഡന്റില് അവൾ മരിച്ചു പോയിട്ടുണ്ടാവും. അത് കേൾക്കുമ്പം ചിന്നിന്റെ ഹാർട്ട് ഒന്ന് പെടയ്ക്കുന്നുണ്ട്. എന്നാലും അവന് നല്ല വിശ്വാസമുണ്ട് ജോളി അവന്റെ സോൾമേറ്റ് തന്നെയാണെന്ന്. അതുകൊണ്ട് തന്നെ അവളെ വീണ്ടും കാണാനായിട്ട് അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് പൂമും ജോളിയും കൂടി റണ്ണിനെയും സെന്നിനെയും കാണാനായിട്ട് അവരുടെ കഫേയിലേക്ക് പോകുകയാണ്. അവിടെ ആദ്യം തന്നെ കാണുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആന്റിയെയാണ്. ആന്റി ശരിക്കും റണ്ണിന്റെയും സെന്നിന്റെയും വീട്ടിലെ ഒരംഗത്തെ പോലെയാണ്. എന്നിട്ട് ജോളിയോടും പൂമിനോടും പറയുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ കഴിക്കാൻ ഒന്നും റെഡി ആയിട്ടില്ല, 2 മണിക്ക് വരാനായിട്ട്. പൂമും ജോളിയും അവർ കഴിക്കാൻ വന്നതല്ല, അവരുടെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് വന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും റണ്ണിന്റെയും സെന്നിന്റെയും മനുഷ്യലോകത്തിലെ പേര് അവർക്ക് അറിയില്ലായിരുന്നു. പൂം ജോളിയോടും ജോളി പൂമിനോടും പരസ്പരം ചോദിക്കുകയാണ് അവരുടെ പേരെന്താണെന്ന്. അപ്പോഴേക്കും ആന്റി തന്നെ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ റണ്ണിനെയും സെന്നിനെയും കാണാനായിട്ട് വന്നതാണോന്ന്. അത് കേട്ടതും ജോളി പറയാണ്, നിങ്ങൾക്ക് റണ്ണിന്റെയും സെന്നിന്റെയും പേരറിയോ? അതിനർത്ഥം നിങ്ങൾ വാമ്പയർ ആണെന്നല്ലേ? അത് പറഞ്ഞു മുഴുവനാക്കുമ്പോഴേക്കും പൂമാളുടെ വായ ഉടനെ തന്നെ അടയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ടത്തരങ്ങളൊക്കെ പറയുന്നു. ആന്റി പറയുകയാണ്, റണ്ണും സെന്നും ഞങ്ങളോട് പറഞ്ഞായിരുന്നു അവരുടെ പേര് മാറ്റിയെന്ന്. അത് നിങ്ങൾക്കും അറിയാലേ. പക്ഷേ നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? അവരുടെ എല്ലാ ഫ്രണ്ട്സിനെയും എനിക്കറിയാം. നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. സത്യം പറയ്, നിങ്ങളുടെ മോഷ്ടിക്കാൻ വന്നതല്ലേ? പൂമും ജോളിയും പറയുന്നുണ്ട് അവർ രണ്ടുപേരും കള്ളന്മാരല്ല, ശരിക്കും റണ്ണിന്റെയും സെന്നിന്റെയും ഫ്രണ്ട്സ് ആണെന്ന്. അങ്ങനെ ആന്റി അവരെ ചെക്ക് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആന്റി പറയുകയാണ്, നിങ്ങൾ ശരിക്കും റണ്ണിന്റെയും സെന്നിന്റെയും ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കും. റണ്ണും സെന്നും റിലേഷനിലായിട്ട് ഇപ്പോൾ എത്ര വർഷങ്ങളായി? എന്നാണ് അവരുടെ കല്യാണം? എവിടെ വെച്ചിട്ടാണ് കല്യാണം? അവരുടെ കോസ്റ്റ്യൂം ഏതാ? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചു പോകുന്നുണ്ട്. പൂമിനും ജോളിക്കും അതിനൊന്നും ആൻസർ പറയാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് അങ്ങോട്ട് റണ്ണും സെന്നും വന്നിട്ട് നിങ്ങൾ വന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നിട്ട് ആന്റിയോട് പറയുന്നുണ്ട് അവർ രണ്ടുപേരും ഇവരുടെ ഫ്രണ്ട്സ് ആണെന്ന്. അങ്ങനെ അവര് പുറത്തു പോയിട്ട് സംസാരിക്കാന്ന് തീരുമാനിക്കുകയാണ്. ജോളിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നിട്ട് അവള് പറയുകയാണ്, ഗായ്സ് നിങ്ങൾക്കറിയാമോ, ഞാനൊരു ഓൺലൈൻ സെല്ലറാണ്.
കൂടാതെ ഞാൻ യോഗയും പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും ഈ മനുഷ്യലോകം ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തൊരു സ്വാതന്ത്ര്യമാ ഇവിടെ. റണ്ണും സെന്നും പറയുന്നുണ്ട്, നീ എന്തായാലും ഫേമസ് ആയിട്ടുള്ള ഒരു ഓൺലൈൻ സെല്ലർ അല്ലേ? നിന്റെ ചാനലിലെ ഒരു വീഡിയോ ഇട് ഞങ്ങളുടെ കഫേനെ കുറിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പൂവും പറയുകയാണ്, നിങ്ങളുടെ ലൈഫ് എത്ര സന്തോഷം നിറഞ്ഞതാ. പക്ഷെ എന്റെ കാര്യമാണെങ്കിലോ, എനിക്കൊരു ജോലിയുമില്ല, ഒരു വീടുമില്ല. അത് കേൾക്കുമ്പം അവർക്ക് കുറച്ചൊക്കെ വിഷമാവുന്നുണ്ട്. എന്നിട്ട് റണ്ണും സെന്നും പറയുകയാണ്, അവന് താമസിക്കാൻ ഒരു സ്ഥലമില്ലെങ്കിൽ ഇവിടെ വന്ന് താമസിച്ചോളാൻ. അതിന് പൂവും പറയുന്നുണ്ട്, ഞാൻ എവിടെ പോയി താമസിച്ചാലും ഇങ്ങോട്ട് വരാനായിട്ട് പോകുന്നില്ല. നിങ്ങളിപ്പോ കപ്പിൾസ് അല്ലേ, ഉടനെ തന്നെ കല്യാണവും കഴിക്കും. ഞാൻ എന്തിനാ നിങ്ങളുടെ ഇടയിലേക്ക് ഒരു കട്ടുറുമ്പായിട്ട് വരുന്നത് എന്നൊക്കെ പറയുമ്പം അവർക്ക് രണ്ടുപേർക്കും നല്ലോണം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ നമ്മുടെ പൂവിന് ഓടിയെത്തുന്നുണ്ട്. അവർ 4 പേരും ഈ ജീവിതം നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. അവിടെ വാമ്പയർ ലോകത്തിലാണെങ്കിൽ അവർ 5 പേരുടെയും വീട്ടുകാര് ഒരുമിച്ച് കൂടിയേക്കുകയാണ്. എന്നിട്ട് ഒരുമിച്ചിരുന്ന് ആലോചിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളിൽ നിന്നും അവർ 5 പേരെയും രക്ഷിക്കാന്ന്. അവിടെ മനുഷ്യലോകത്തില് പൂം ഒരു ബോക്സ് തുറന്നു നോക്കുന്നുണ്ട്. അതിനുള്ളിൽ എന്താണെന്ന് അറിയാനായിട്ടാണ് അവൻ തുറന്നു നോക്കുന്നത്. അപ്പോഴത്തേക്കുമാണ് അവന്റെ ഫ്രണ്ടായിട്ടുള്ള മായി അങ്ങോട്ട് വരുന്നതും, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ബോയ് ഫ്രണ്ട് തന്നിട്ടുള്ള ഒരു സാധനവും ഇനി എടുത്തു നോക്കരുതെന്ന് പറയുന്നതും. നീ ഇനി നിന്റെ ബോയ് ഫ്രണ്ടിനെ കുറിച്ചിട്ട് ഒന്ന് ആലോചിക്കുക പോലും വേണ്ട. എനിക്ക് നീയും നിനക്ക് ഞാനും അത്രമാത്രം മതി. നീയേ ഈ ഫുഡ് കഴിക്ക്, നിനക്ക് വേണ്ടിയിട്ട് എന്റെ അമ്മ ഉണ്ടാക്കി തന്നതാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫുഡ് കൊടുക്കുമ്പോഴേക്കുമാണ് മനുഷ്യലോകത്തിൽ ജീവിച്ചിരുന്ന പൂമിന്റെ ശരിക്കുള്ള ബോയ് ഫ്രണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഒരുപാട് അധികാരമുള്ളതുപോലെ പൂമിന്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട്. അതിനോടൊപ്പം പറയുന്നുണ്ട്, പ്യൂവർ നിനക്കെന്നോട് ദേഷ്യാണോ? നീ എന്നോട് ക്ഷമിക്കടാ. എനിക്കറിയാം നിനക്കെന്നോട് ദേഷ്യം ഉണ്ടാകുന്നു, പക്ഷെ നീ എന്നോട് ക്ഷമിക്കണം. നീ എന്റെ ലൈഫിൽ നിന്നും പോയതിനു ശേഷം എനിക്ക് ശരിക്ക് ഉറങ്ങാൻ പോലും സാധിച്ചിട്ടില്ല. ഞാൻ ശരിക്ക് ശ്വസിക്കുന്നത് പോലുമില്ല. എന്റെ പ്യൂവറിന് എന്നോട് ദേഷ്യപ്പെടാനായിട്ട് സാധിക്കില്ല. നിനക്ക് എന്നോട് ഒട്ടും ദേഷ്യമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പം പൂവും പറയുന്നുണ്ട്, ആ ശരിയാ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. അത് കേൾക്കുമ്പം മായ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം മായി ഇപ്പോഴും പറഞ്ഞതാണ് ഇനി ഒരിക്കലും അവന്റെ ബോയ് ഫ്രണ്ടിനെ വിശ്വസിക്കരുത്, അവനെ മറക്കണമെന്ന്. എന്നിട്ടാണ് പൂം ഇങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ പൂം വീണ്ടും പറയുകയാണ്, എനിക്ക് നിന്നോട് ഒട്ടും ദേഷ്യമില്ല. പക്ഷെ നീ ആരാ? എനിക്ക് നിന്നെ അറിയത്തില്ലല്ലോ. അത് കേൾക്കുമ്പോ മായ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. പക്ഷെ ബോയ് ഫ്രണ്ടിന് അത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പറയുകയാണ്, പ്യൂവർ നീ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊരു പാവല്ലടാ. എനിക്കറിയാം നീ എന്നെ കളിപ്പിക്കുകയാണെന്ന്. പൂവും പറയുകയാണ്, നീ ആരാ? എനിക്ക് നിന്നെ അറിയത്തില്ല. ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും മുകളിലേക്ക് പോകുകയാണ്. കൂടെ മായയെയും വിളിക്കുന്നുണ്ട്. അവന്റെ ബോയ് ഫ്രണ്ടിനാണെങ്കിൽ ആകെ ഡൗട്ട് ആവുകയാണ്, അവൻ ശരിക്കുള്ള വീട്ടിലേക്ക് തന്നെയല്ല വന്നേന്ന്. അതാണെങ്കിൽ അതിനെക്കാട്ടും വലിയൊരു പൊട്ടൻ. പൂമും മായും കൂടി റൂമിലേക്ക് പോകുമ്പോൾ മായി പറയുന്നുണ്ട്, ശരിക്കും നീ ആരാ? എന്റെ ഫ്രണ്ടായിട്ടുള്ള പ്യൂവറിന്റെ പോലെ അല്ലല്ലോ നീ പെരുമാറുന്നത്. പൂം ആകെ പെട്ടുപോകുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എടാ ഞാൻ നിന്റെ ഫ്രണ്ട് തന്നെയാ, പക്ഷെ ഞാൻ എന്റെ പേര് മാറ്റി, അതിനോടൊപ്പം തന്നെ എന്റെ സ്വഭാവവും. ഇനി ഒരിക്കലും ഒരാൾക്കും എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഇപ്പൊ വന്നില്ലേ എന്റെ ബോയ് ഫ്രണ്ട്, ഇനി ഒരിക്കലും ഞാൻ എന്നെ വിശ്വസിക്കാനേ പോകുന്നില്ല. കൂടാതെ അതേപോലെയുള്ള ഒരാൾ പോലും ഇനി എന്റെ ലൈഫിൽ ഉണ്ടാവില്ല. അതെല്ലാം മായി വിശ്വസിക്കുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് ഇപ്പൊ ഓക്കെ ആയിട്ട് വരികയാണെന്ന് അറിഞ്ഞതിൽ അവന് ഒരുപാട് സന്തോഷമുണ്ട്. എന്നിട്ട് അവൻ ഉടനെ തന്നെ പൂമിനെ ഹഗ് ചെയ്യുകയാണ്. പൂമിന് മനസ്സിലാകുന്നുണ്ട് മായി ഒരു നല്ല ഫ്രണ്ടാണെന്ന്. അവിടെ ജോളിയും റണ്ണും സെന്നും കൂടിയിട്ട് ഓൺലൈൻ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ജോളി ഒരു ഓൺലൈൻ സെല്ലർ ആണല്ലോ. അവളിപ്പോ റണ്ണിന്റെയും സെന്നിന്റെയും കഫേത്തെ ഓരോ ഫുഡും പരിചയപ്പെടുത്തുകയാണ്. അതേ സമയം തന്നെയാണ് പൂമിന്റെ അടുത്തേക്ക് അവന്റെ ബോയ് ഫ്രണ്ട് കടന്നു വരുന്നത്. അവന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ട്, നീ എന്നൊന്ന് ഹഗ് ചെയ്യ്, അപ്പോ തന്നെ നിനക്ക് എന്നോടുള്ള എല്ലാ ദേഷ്യവും മാറും എന്ന് പറഞ്ഞിട്ട് പൂമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പൂം ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് അവന്റെ അടുത്തേക്ക് വരരുത്, അവൻ ഇവന് ഒട്ടും ഇഷ്ടമില്ലാന്ന്. പക്ഷെ അതൊന്നും ആ ബോയ് ഫ്രണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. പൂമിനെ ഹഗ് ചെയ്യാനായിട്ട് ഒരുപാട് അടുത്തേക്ക് വരികയാണ്.
പൂം ഒരുപാട് പറയുന്നുണ്ടെങ്കിലും അതൊന്നും അവന് കേൾക്കുന്നില്ല. അങ്ങനെ അവസാനം പൂമിന്റെ കൺട്രോൾ പോവുകയാണ്. എന്നിട്ട് അവന്റെ വാമ്പയർ പല്ലുകളൊക്കെ കാണിച്ചിട്ടാണ് ആ ബോയ് ഫ്രണ്ടിനെ അവിടെ നിന്നും ഓടിക്കുന്നത്. പൂമിന് ഇത്രയും ദേഷ്യം വരാൻ കാരണം ലവ്, ബോയ് ഫ്രണ്ട് എന്നെല്ലാം പറയുമ്പോൾ പൂമിന്റെ പഴയ കാലമാണ് അവന് ഓർമ്മ വരുന്നത്. അവൻ ഒരാളെ വിശ്വസിച്ചതും സ്നേഹിച്ചതും അവസാനം അയാൾ ഇവനെ ചതിച്ചതും ആ കാര്യങ്ങളെല്ലാം ഓർക്കുമ്പോഴാണ് അവന്റെ ദേഷ്യം കൂടുന്നത്. അങ്ങനെ അവൻ അവന്റെ പഴയ ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കാനായിട്ട് അയാളുടെ വീടിന്റെ അടുത്തേക്ക് പോകുകയാണ്. ഒരു മിൽക്ക് ടീ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. മിൽക്ക് ടീ അവന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പെട്ടെന്നാണ് അവന്റെ മിൽക്ക് ടീ പാട്രിക്കിന്റെ മേലെ പോയി വീഴുന്നതും അത് താഴെ വീഴുന്നതും. പൂം ഒരുപാട് വറീഡാവുന്നുണ്ട്. എന്നിട്ട് പാട്രിക്കിന്റെ ഷർട്ടിലായിട്ടുള്ള ആ മിൽക്ക് ടീ എല്ലാം തുടച്ചു കൊടുക്കുന്നുണ്ട്. പാട്രിക്കിനാണെങ്കിൽ പൂമിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്, ആക്സിഡന്റിന്റെ തൊട്ട് മുമ്പ് പാട്രിക്കിന്റെ പബ്ബിന്നാണല്ലോ അവര് ഡ്രിങ്ക് ചെയ്തത്. പക്ഷെ പൂമിന് അതൊന്നും ഓർമ്മ വരുന്നില്ല. പൂം ഒരുപാട് വറീഡായിട്ട് അവന്റെ ഷർട്ട് തുടച്ചു കൊടുക്കുന്നത് കാണുമ്പോൾ പാട്രിക് പറയുന്നുണ്ട് അതെല്ലാം കുഴപ്പമില്ല, അറിയാതെ സംഭവിച്ചതല്ലേന്ന്. കൂടാതെ പാട്രിക്കിന്റെ കാലിൽ നിന്നും ഒരു മിൽക്ക് ടീയും കൊടുക്കുന്നുണ്ട്. പൂം അത് ആസ്വദിച്ചു കുടിക്കുമ്പോൾ നിനക്കത് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പൂം പറയുകയാണ് എനിക്കിത് ഒരുപാട് ഇഷ്ടാ, പക്ഷെ ഇത് കുടിച്ചിട്ട് കുറെ വർഷങ്ങളായി, ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നറിയാതെ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ അവിടുന്ന് ഓടി പോകുന്നുണ്ട്. ഇനി കാണിക്കുന്നത് റണ്ണിന്റെയും സെന്നിന്റെയും കഫേയാണ്. അവരെ രണ്ടുപേരെയും അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ആന്റി പുറത്തേക്ക് പോകുകയാണ്. അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഇനി അവർക്ക് അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാം. അങ്ങനെ അവർ ഹഗ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴത്തേക്കുമാണ് റൺ സെന്നിനെ കുറച്ചങ്ങ് മാറ്റുന്നത്. സെൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടാ പറ്റിയത്? നമ്മൾ സാധാരണ സന്തോഷം വരുമ്പോ ഹഗ് ചെയ്യുന്നതല്ലേ, ഇതൊക്കെ സാധാരണ അല്ലേ? റൺ പറയുകയാണ് പക്ഷെ ഇനി നമ്മൾ ഹഗ് ചെയ്താൽ അത്ര ശരിയാവില്ല, എന്തായാലും നമ്മൾ ഉടനെ തന്നെ കല്യാണം കഴിക്കാൻ പോവല്ലേ. സെൻ പറയുന്നുണ്ട് റൺ നിനക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടല്ലോ, നിനക്കെന്നെ ഇഷ്ടമായി തുടങ്ങിയോ? അപ്പൊ തന്നെ റൺ പറയുന്നുണ്ട് അയ്യേ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാനോ? എനിക്കത് ആലോചിക്കുമ്പോ തന്നെ വൊമിറ്റ് ചെയ്യാൻ വരികയാണ്, ഒന്ന് പോയടാ. പക്ഷെ സെന്നാണെങ്കിൽ വിട്ട് കളയുന്നില്ല, നിനക്ക് ശരിക്കും എന്നോട് ഇഷ്ടം തുടങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ റണ്ണിനെ ശല്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അവസാനം അവിടെ നിന്നും അവൻ എഴുന്നേറ്റ് പോകുകയാണ്. എന്നിട്ട് പൂം നേരെ പോകുന്നത് അവനെ പണ്ട് ചതിച്ച അവന്റെ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്കാണ്. ആ സ്ഥലം അവന് ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവർ സ്നേഹിച്ചിരുന്ന കാലത്ത് അവിടേക്ക് അവർ ഒരുപാട് പ്രാവശ്യം വന്നതാണ്. പണ്ടത്തെ കാര്യങ്ങളെല്ലാം ആലോചിച്ചു നിൽക്കുമ്പോഴാണ് അവന്റെ ബോയ് ഫ്രണ്ട് അവന്റെ മുമ്പിലേക്ക് വരുന്നത്. അവനെ കാണുമ്പോൾ തന്നെ പൂമിന് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് പറയും ക്യൂ നിനക്കെന്നെ മനസ്സിലായോ? പക്ഷെ അയാൾ ചോദിക്കുന്നത് നീ ക്യൂവിനെ കാണാനാണോ ഇങ്ങോട്ട് വന്നേന്നാ. പൂമിനൊന്നും മനസ്സിലാകുന്നില്ല. അപ്പോഴത്തേക്കുമാണ് ആ വീടിനുള്ളിൽ നിന്നും ഒരു പെൺകുട്ടി വരുന്നതും അയാളെ കിൻ എന്ന് വിളിക്കുന്നതും. പൂം പറയുകയാണ് കിന്നോ, നിന്റെ പേര് ക്യൂ എന്നല്ലേ? അതിനയാൾ പറയുകയാണ് ക്യൂ എന്റെ ട്വിൻ ബ്രദറാണ്, നീ അവനെ തേടിയാണല്ലേ ഇങ്ങോട്ട് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവന് വീടിനുള്ളിലേക്ക് വിളിക്കുന്നുണ്ട്. അവിടെ എത്തിയതിനു ശേഷമാണ് ക്യൂ മരിച്ചു പോയെന്നും പൂം എന്നു പേരുള്ള ഒരാൾ അങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ബോക്സ് കൊടുക്കണമെന്നും പറഞ്ഞിരുന്ന കാര്യം പൂമിനോട് പറയുന്നത്. എന്നിട്ട് ക്യൂ അവന് വേണ്ടി വെച്ച ബോക്സ് കിൻ അവന് നൽകുന്നുണ്ട്. വീട്ടിലേക്ക് പോയിട്ട് ആ ബോക്സ് തുറക്കുമ്പോൾ അതിനുള്ളിലെ ഒരു മാലയായിരിക്കും. അവർ അവരുടെ ഇഷ്ടം തുറന്നു പറഞ്ഞതിനു ശേഷം പൂം ക്യൂവിന് കൊടുത്തിരുന്ന മാലയാണ് അതിനുള്ളിൽ ഉണ്ടാവുക. അതെല്ലാം കാണുമ്പോൾ പൂമിന്റെ ദേഷ്യം കൂടുകയാണ്. പൂമിന് ക്യൂവിനോട് പകരം വീട്ടാനായിട്ട് സാധിച്ചില്ലല്ലോ, ഒന്നും സംസാരിക്കാനും സാധിച്ചില്ല. ഇപ്പോൾ രാത്രിയായി. പാട്രിക്കിന്റെ അടുത്തേക്ക് ഒരു ലേഡി വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നിങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇത്രയ്ക്കും ഹാൻസം ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ അടുത്തിരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴേക്കുമാണ് ചിൻ ഓടി വരുന്നതും പാട്രിക്കിന്റെ അടുത്തിരിക്കുന്നതും. പക്ഷെ ആ ലേഡിക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. എന്നിട്ട് ചിന്നിനോട് പറയുന്നുണ്ട് നിനക്ക് വേറെ സീറ്റിൽ ഇരുന്നു കൂടെ, ഞാനല്ലേ ഇവിടേക്ക് ആദ്യം വന്നേന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ചിൻ വേഗം പാട്രിക്കിന്റെ മടിയിൽ കയറിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ബേബി ബേബി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്?
എനിക്കിത് ഒട്ടും ഇഷ്ടാവുന്നില്ല കേട്ടോ. ബേബി വേറെ ഗേൾസിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് കുറെ കുശുമ്പുണ്ടെന്ന് ബേബിക്ക് അറിയുന്നതല്ലേ. അതെല്ലാം കേട്ടിട്ട് പാട്രിക്കിന് വട്ടാവുന്നുണ്ട്. പക്ഷെ ചിൻ ഇത്രയ്ക്കും കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നതല്ലേ, അവനൊന്ന് സപ്പോർട്ട് ചെയ്യണല്ലോ. അതുകൊണ്ട് തന്നെ അവനെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ചിന്നാണെങ്കിൽ അതൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണുമ്പോ തന്നെ ആ ലേഡിയുടെ കീഴിലൊക്കെ പോകുകയാണ്. എന്നിട്ട് അവൾ ഉടനെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ലേഡി പോയ ഉടനെ തന്നെ ചിൻ വേഗം മാറിയിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഡാ പാട്രിക്, നിനക്ക് വട്ടായ, നീ എന്തിനാ എന്നെ കിസ് ചെയ്തേ? പാട്രിക് പറയും, നീയല്ലേ തുടങ്ങിയത്. ബേബിയോ? ആരുടെ ബേബി? നീ എന്തിനാ എന്റെ ബേബി എന്ന് വിളിച്ചേ? ചിൻ പറയും, അതെ, എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ ലേഡി കുറെ നേരം നിന്നാലേ എനിക്ക് നിന്നോട് പെട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവളെ പെട്ടെന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഭിനയിച്ചത്. ഇന്നൊരു സംഭവം ഉണ്ടായി. ആ പെൺകുട്ടിയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അവളെ ഞാൻ ഇന്ന് കണ്ടു. അവളൊരു ഓൺലൈൻ സെല്ലറാ. അവൾ ഇന്ന് ഒരു കഫേനെ കുറിച്ചിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടപ്പോ തന്നെ ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തു. എനിക്ക് തോന്നുന്നത് അവൾ എന്റെ സോൾമേറ്റ് ആണെന്നാ. ഇനി ഞാൻ എന്തായാലും അവളെ വളയ്ക്കും എന്നൊക്കെ പറയുമ്പോ തന്നെ പാട്രിക് അവിടെ നിന്നും എണീച്ചു പോകുന്നുണ്ട് കേട്ടോ. പൂം ഇപ്പോ ഒരു ബാറിലേക്ക് പോയേക്കുവാണ്. എന്നിട്ട് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ ഡ്രിങ്ക് ചെയ്യുമ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലാകുന്നത്. അവൻ മനുഷ്യലോകത്തിലേക്ക് വന്നിട്ട് 15 ദിവസമായി. പക്ഷെ അവൻ ഇതുവരെ ബ്ലഡ് കുടിച്ചില്ല. ഉടനെ തന്നെ കുടിച്ചില്ലെങ്കിൽ അവന് പിന്നെ സൂര്യപ്രകാശത്തിലൂടെ നടക്കാനും സാധിക്കില്ല. അത് മനസ്സിലായതോടെ അവിടെ ഇരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് ബ്ലഡ് തരുമോന്ന്. അവൻ ഒരുപാട് ഡ്രങ്കാണ്. ഒരു ബോധവും ഇല്ലാതെയാണ് മനുഷ്യന്മാരോട് പോയിട്ട് ബ്ലഡ് തരൂ എന്ന് ചോദിക്കുന്നത്. അപ്പോഴാണ് പാട്രിക് അങ്ങോട്ട് വരുന്നതും പൂം ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുന്നതും. ഉടനെ തന്നെ പൂമിന്റെ അടുത്തേക്ക് പോയിട്ട് അവനെ മാറ്റി കൊണ്ടുവന്നുണ്ട്. പൂം ചോദിക്കുന്നുണ്ട്, നീ എനിക്ക് ബ്ലഡ് തരുമോന്ന്. പാട്രിക് ആണെങ്കിൽ പൂമിനെ സമാധാനിപ്പിക്കാൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ബ്ലഡ് തരാം, നീ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നു. അത് കേട്ടതും നമ്മുടെ പൂം വേഗം തന്നെ പാട്രിക്കിനെ കടിക്കുകയാണ്. അങ്ങനെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്താ ഉണ്ടാവാന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ബൈ.